റീമ കല്ലിങ്ങലിനെ പ്രധാന കഥാപാത്രമാക്കി സജിൻ ബാബു സംവിധാനം ചെയ്ത തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ വെച്ച് ഇക്കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. അഞ്ജന ടാക്കീസിന്റെ ബാനറിൽ അഞ്ജന ഫിലിപ്പും ഫിലിപ്പ് സക്കറിയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സന്തോഷ് കോട്ടായിയാണ് സഹനിർമ്മാതാവ്. റീമ കല്ലിങ്കൽ, സരസ ബാലുശ്ശേരി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഡെയ്ൻ ഡേവിഡ്, പ്രമോദ് വെളിയനാട്, കൃഷ്ണൻ ബാലകൃഷ്ണൻ, മേഘ രാജൻ, ആൻ സലീം, ബാലാജി ശർമ്മ, രഘു ഉത്തമൻ, അഖിൽ കവലയൂർ, അപർണ സെൻ, ലക്ഷ്മി പത്മ, മീന രാജൻ, ആർ.ജെ. അഞ്ജലി, മീനാക്ഷി രവീന്ദ്രൻ, അശ്വതി, അരുൺ സോൾ, രതീഷ്, രോഹിണി തുടങ്ങിയവരും മികച്ച കഥാപാത്രങ്ങളായി അഭിനയിച്ചിരിക്കുന്നു. ശ്യാമപ്രകാശ് എം.എസ്. ഛായാഗ്രഹവും എഡിറ്റിംഗ് അപ്പു ഭട്ടതിരി, സംഗീതം സെയ്ദ് അബ്ബാസും നിർവഹിച്ചിരിക്കുന്നു. ഈ ചിത്രത്തിന്റെ അഭിനയത്തിന് റീമ കല്ലിങ്ങലിന് മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡും ലഭിച്ചിരുന്നു. ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയ്ക്ക് ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ ഒട്ടനവധി പേർ പങ്കെടുത്തു. നമ്മുടെ നാട് കേരളാവുന്നതിന് മുമ്പ് നിറയെ പാമ്പുകൾ വസിച്ചിരുന്ന കൊടും കാടായിരുന്നു. പറയുന്നൊരു മിത്തും
ബ്ലെൻഡ് ചെയ്ത് അവസാനം നമ്മൾ നമ്മുടെ റൂട്ടിലേക്ക് എത്തും. അത് ഓരോ സൈക്കിളായിട്ട് പല ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ഓരോ കാലഘട്ടത്തിൽ അത് സംഭവിക്കുന്നത്. സർപ്പവും അല്ലെങ്കിൽ മാടനും മധുരയും അങ്ങനെയുള്ള പഴയ നമ്മുടെ മിത്സൊക്കെ ഇപ്പോഴും ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നതും അതിൻ്റെ വേറെ തലങ്ങൾ വരെ ചർച്ച ചെയ്യപ്പെടുന്നതും എല്ലാവർക്കും കൗതുകമുള്ളൊരു കാര്യം കൂടെയാണ്. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാനും താല്പര്യമുള്ള ക്യൂരിയോസിറ്റി ഉള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടീമിന് എല്ലാവരോടും എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. ഇതിൻ്റെ ഒരു രാഷ്ട്രീയം, ഇത് പറയുന്ന ചരിത്രം ഒക്കെ അത്തരത്തിൽ അപ്പം അതിലൊക്കെ കുറെ കൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചോദ്യം ചോദിക്കുമ്പോഴും കുറച്ചും കൂടെ മനസ്സിലാക്കിയതിന് ശേഷമാവണം ചോദ്യം എന്ന് വിചാരിക്കുന്നു. എന്താണേലും വെറുത്ത ചിന്തകൾ ഉണർത്തുവാൻ കഴിയുന്നത് തന്നെ വലിയ ഒരറ്റമാണ്. ഇപ്പോൾ സജിൻ്റെ എല്ലാം പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. സോ ഈ പടത്തിൽ എനിക്ക് കൂടെ തോന്നിയത് ഇതിൻ്റെ ക്യൂരിയോസിറ്റി ലെവല്, പിന്നെ അൺപ്രഡിക്റ്റബിലിറ്റി, പിന്നെ റിച്വൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഫിലിം ആൻഡ് വെരി വെൽ ഷോട്ട്, വെരി വെൽ എഡിറ്റഡ്. ഐ തിങ്ക് ഫാബുലസ് ഫിലിം. ആൻഡ് ഒരിക്കൽ കൂടെ പറയട്ടെ, ഡോണ്ട് ബി ഡിഫെൻസീവ്, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് പേഴ്സണൽ മെസ്സേജസ്. എല്ലാ രീതിയിലും പേഴ്സണലി എനിക്ക് അടുപ്പമുള്ള സജിൻ്റെയും ഉള്ളിമയുടെയും സിനിമയാണ്. ഞാൻ അതിൻ്റെ രീതിയിൽ തന്നെ ആസ്വദിച്ചു. ഞാൻ പറയുന്നത് കുറച്ചുകൂടെ പേഴ്സണലി അടുപ്പമുള്ള ഒരാളുടെ സിനിമ ആയതുകൊണ്ട് എനിക്കത് കൂടുതൽ ഇഷ്ടപ്പെടും. ബാക്കി മറ്റുള്ള ആളുകൾ തിയേറ്ററിൽ വന്ന് കാണേണ്ട ഈ സിനിമ വിജയിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സജിൻ്റെ സിനിമയും അത് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ, ഒരുപാട് ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ സജിൻ്റെ സിനിമ 150 ഫെസ്റ്റിവലിനപ്പുറം സജിൻ്റെ ഫെസ്റ്റിവൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ചിന്തകളേക്കാളൊക്കെ മുകളിലാണ് സജിൻ്റെ ചിന്ത. അപ്പോൾ ഞാൻ സജിൻ്റെ സിനിമ ജഡ്ജി ചെയ്യുന്നതിനേക്കാളൊക്കെ മേലാണ് സജിൻ. ഞാൻ സത്യം പറയാം, ഒരു ഗംഭീരമായ ഒരു സിനിമയാണ്, നല്ല ടീം വർക്കാണ്. ഏറെ എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് നാൾക്ക് ശേഷം ഒരു ശക്തമായ കഥാപാത്രം നൽകിയതിന് സജിനോട് പ്രത്യേകമായി നന്ദി പറയുന്നു. അതുകൂടാതെ ഇത് വിശ്വസിച്ച് പണം മുടക്കിയ പ്രൊഡ്യൂസേഴ്സ്, കൂടാതെ ഞങ്ങളുടെ സുഹൃത്തുക്കളായ, എൻ്റെ പേഴ്സണൽ സുഹൃത്തുക്കളായ നമ്മുടെ ഡെയിം, അതുപോലെ ബാലാജി, അഖിൽ, അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ താങ്ക്സ് സജിൻ, താങ്ക് യു. ഒരു റിയൽ സംഭവത്തെ കേരളത്തിൽ ഇന്നത്തെ സാമൂഹ്യ പരിസ്ഥിതിക്ക് സംഭവിക്കുന്ന എല്ലാ കുഴപ്പങ്ങളെയും വളരെ ബോൾഡായിട്ട് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിനക്കൊരുപാട്, ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഭാവിയിലും മലയാളികൾക്കും അത് ഗുണം ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. It was a very good experience, especially our second half, last portion, our climax portion of Kalamake. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്തതുകൊണ്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഒന്ന് ഞാനൊരു എക്സ്പെക്ടേഷനും ഇല്ലാതെയാ വന്നത്. ഞാൻ വേറെ ആരോടും അപ്പനോടും ഒന്നും ഇതിന് സ്റ്റോറി ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ എനിക്കത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. എനിക്ക് റിമയുടെ കാര്യം എടുത്തു പറയണം. ബിക്കോസ് നമ്മളെപ്പോഴും ആക്ടേഴ്സിന്റെ കാര്യം പറയുമ്പോൾ അവര് അതിന്റെ പുറകെ ഇടുന്ന ഡെഡിക്കേഷനും അതിന്റെ എഫേർട്ടും, ഞാൻ അതായിരുന്നു when I was watching the movie എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്തത്. കാരണം എനിക്ക് തോന്നുന്നില്ല ഇത്രയും എഫേർട്ട് ഇട്ട് അങ്ങനെ ഒരു ഫീമെയിൽ ആക്ടർ ഇതിനു മുന്നേ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. സോ അത്രയും എനിക്ക് അവരോട് ബഹുമാനവും സ്നേഹവും അഡ്മിറേഷനും ഒക്കെ അറ്റ് ദ സെയിം ടൈം തോന്നി. ആൻഡ് അത്രയും കൺവിൻസിംഗ് ആയിട്ട് ആ ക്യാരക്ടറിനെ പോർട്രേ ചെയ്തതിനും ആൻഡ് ഡെഫിനറ്റ്ലി അത്രയും റോയ് ആയിട്ട് പെർഫോം ചെയ്തതിനും ഒക്കെ ഷീ ഡിസേർവ്സ് എ ബിഗ് അപ്ലോസ്. ആൻഡ് ഐ ഷുഡ് സേ താങ്ക് യു സോ മച്ച് സജിൻ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ മൂവി. താങ്ക് യു. മിത്തിനെ എങ്ങനെ റിയാലിറ്റിയിൽ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ വെനം എന്ന് പറയുന്ന വെനമസ് ആയിട്ട് മറ്റു പല കമ്പനീസ്, മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഇതിന്റെ പുറകിൽ വരുന്നുണ്ട്. അതിന്റെ ഇൻഡെപ്തിൽ എനിക്ക് തോന്നുന്നു അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ട് തന്നിരിക്കുകയാണ്. അതിന്റെ ഒരു ഡീറ്റെയിലിങ്ങിൽ പോകാതെ, പക്ഷെ അതിന്റെ ഒരു പൊളിറ്റിക്സ് വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ആക്ടേഴ്സ്, സ്പെഷ്യലി ഫീമെയിൽ ആക്ടേഴ്സ്
നമുക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്, ഒരു ഫീമെയിൽ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും കൂടുതൽ നോക്കുന്നത് ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ ആയിരിക്കും. അപ്പോ റീമ വണ്ടർഫുൾ ജോബാണ് ചെയ്തത്. അതുപോലെ ഏറ്റവും നന്നായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് നമ്മളെപ്പോഴും നമ്മുടെ പൈതൃകത്തിനെ എങ്ങനെ നമ്മൾ പ്രിസർവ് ചെയ്യാം എന്ന് പറയുന്നത്, അതൊരു ഷോ പീസ് ആക്കാതെ എങ്ങനെ അത് നമ്മൾ എൻവയൺമെന്റുമായിട്ട് ചേർന്ന് ജീവിക്കുന്നതിനെ അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്, അതിന്റെ മേക്കിംഗ് ആണ്. ഹാൻഡ്സ് ഓഫ്, ഐ മീൻ സ്പെഷ്യലി ഇത്തരം ഒരു ചിന്തകളുമായിട്ട് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ്, നമ്മൾ പിൻകാല ഡയറക്ടേഴ്സിനെ പറയും, അവരുടെയൊക്കെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന അത്രയും വലിയ പ്രൊഡ്യൂസേഴ്സും കൂടിയാണ്. അവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ഇത്രയും ആക്ടേഴ്സിനെയൊക്കെ ഇതുപോലെ ഉള്ള ഒരു സ്ക്രിപ്റ്റ് ഇത്രയും ജനങ്ങളുടെ ഇടയിൽ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ അവരെ മേക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സച്ചിൻ്റെ ഒരു എഫേർട്ടിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. അതായത് ഇതിനകത്ത് വരുന്ന ഓരോ ആൾക്കാരും ഇല്ലേ, ഞാൻ ആദ്യം സിനിമ കണ്ടപ്പോഴും ഈ രണ്ടാമത് സിനിമ കണ്ടപ്പോഴും അതിൽ നോർമൽ ആൾക്കാരെ വന്ന് സംസാരിക്കുന്നതായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. അത് ഇത്രയും എഡിറ്റ് ചെയ്ത് ഇത്രയും ഇത് ചെയ്തെടുക്കുക എങ്ങനെയാണെന്നുള്ളത് ഞാൻ സജിനോട് തന്നെ ചോദിച്ചതാ. അതുകൊണ്ട് തന്നെ അത് ആ സ്പേസിലൊക്കെ നല്ല സ്പീഡിന് പോകുന്നുണ്ടായിരുന്നു. ആ വേഗതയാണ് ഒരുപക്ഷെ എന്നെ ആകർഷിച്ച ഏറ്റവും നല്ല ഘടകം. പിന്നെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറഞ്ഞതിൽ എല്ലാത്തിലും പക്ഷം പിടിച്ചിട്ടില്ല. ഡിസ്കഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷം പിടിച്ചിട്ടില്ല. ഈ ഡിസ്കഷൻസ് നടക്കേണ്ടതാണ്. ഞാൻ ചെയ്യേണ്ടിരുന്ന ഡിസ്കഷൻസ് ആണ് സജിൻ ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് താങ്ക്സ്. ഈ സിനിമ മിത്തും റിയാലിറ്റിയും നമ്മുടെ കേരളീയ സാംസ്കാരിക പരിസരത്ത് എത്രമാത്രം മനോഹരമായി സോഷ്യൽ മീഡിയയുടെ ഇൻവോൾവ്മെന്റുകൾ ഇതിൽ എത്ര മനോഹരമായി പുതിയ ആർട്ടിസ്റ്റുകളെയും താരതമ്യേന പുതിയ ആർട്ടിസ്റ്റുകളെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ശബ്ദ സംവിധാനം, അതിന്റെ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് നീഡഡ് പ്ലേസിൽ മാത്രം പ്രസന്റ് ചെയ്തുകൊണ്ട് സജിൻ ബാബു, യു ആർ എ നോട്ടബിൾ ഫിൽം മേക്കർ ഇൻ ദ ഫ്യൂച്ചർ മലയാളം ഫിലിം ഇൻഡസ്ട്രി. I congratulating you, all the team behind you. Thank you Jubin Raj to invite me here. Never a dull moment എന്നുള്ളതാണ് ഈ സിനിമയെ കുറിച്ച്. അതായത് മലയാള സിനിമയെ കുറിച്ച് അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ തിയേറ്ററിൽ മറ്റു പലതും പോയിക്കൊണ്ടിരിക്കേണ്ടി വരും പലപ്പോഴും. ഇത് ഒരു ഡൾ മൊമെന്റ് ഇല്ലാതെ ഞാൻ വളരെ ക്രിട്ടിക്കലായിട്ടാണ് കണ്ടത്. നെവർ എ ഡൾ മൊമെന്റ് എന്ന് ഉറപ്പിച്ചു പറയാം. അതിന് ടീം വർക്ക് അതിന്റെ പിന്നിൽ വളരെ പ്രകടമാണ്. പ്രത്യേകിച്ച് എഡിറ്റിങ് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ എല്ലാ കാര്യങ്ങളിലും ശബ്ദ സംവിധാനം പോലും വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത് വളരെ ഇതായിട്ട് തോന്നി. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡയലോഗ് അമ്മ മകളോട് പറയും, ശരീരത്തിന്റെ ആവശ്യങ്ങൾ ദൈവത്തിന് അറിയാമല്ലോ. അതൊരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ്. അത് പിന്നെ ഇവിടെ ആരോ പറഞ്ഞതുപോലെ ഒന്നിൻ്റെയും പക്ഷം പിടിച്ചില്ല, ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ഒരു റൂം ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് യു, ലവ് യു ബ്രദർ. നന്നായി വരട്ടെ, ഒരു PVP ആയിട്ട് മാറട്ടെ, പണം വാരി പണം ആയിട്ട് മാറട്ടെ. ഡിയർ, ഒരുപാട് സന്തോഷം. ഓക്കെ, എന്നാലും ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ആ കറവഴുത്തം പാട്ട് മേക്കയുടെ ആ ഒരു ശൈലി. ഞാൻ ആ സമയത്ത് 4 നോക്കി, കാരണം എനിക്ക് ചെറിയൊരു പിറം വരുത്തുന്നു. അതായത് നമുക്കത് കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കളറും ആ ഒരു ടോണും എല്ലാം. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷമാണ്. ഞാൻ ഒറ്റ ദിവസം അഭിനയിച്ചാണ്, എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ആ കാവിലെ സീനാണ് ആദ്യം ചെയ്യുന്നത്. രാത്രി കഥ പറഞ്ഞില്ല, ഒന്നും പറയാൻ നടന്നു വരുമ്പോഴത്തേക്ക് നീ വരുന്നു, ഇത് ചെയ്യുന്നു, പോകും. പിന്നെ ആ ഫൈറ്റ് എടുക്കുന്ന സീക്വൻസും. പക്ഷെ അത് വന്നു കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇപ്പോ എന്താ പറയാ, ഞാനും ഫസ്റ്റ് ടൈമാണ് ഇപ്പൊ നിങ്ങളുടെ കൂടെ തന്നെയാണ് മൂവി കണ്ടത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ക്യാരക്ടറിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഞാൻ മുഴുവൻ സിനിമയുടെ ഒരു ഫ്ലോ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോ സിനിമ കണ്ടപ്പോഴാണ് ക്യാരക്ടറിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കുറച്ചൊക്കെ അറിയെങ്കിലും ഇത്രത്തോളം ഉണ്ടാവുന്ന ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോ നേരത്തെ ഇവരെല്ലാവരും പറഞ്ഞ പോലെ കൊച്ചു സിനിമയാണ്, പക്ഷെ ഒരുപാട് ആളുകൾ കാണണം എന്ന് ആഗ്രഹിക്കുന്ന സിനിമയാണ്. ഫെസ്റ്റിവൽസിലോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള അപ്രിസിയേഷൻ മാത്രമല്ല സിനിമയ്ക്ക്. ആളുകൾ കാണണം, എൻഗേജഡ് ആയിട്ട്
കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ മാക്സിമം പടം ഇഷ്ടപ്പെട്ടവരൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരോടൊക്കെ പറയാ, എല്ലാവരും ബിഗ് സ്ക്രീൻ ആണത്തെ. Thank you for making a film with substance, with a female protagonist. ഇതിനെ കുറച്ച് ഗട്സ് വേണം for you as a director and for them as producers, and thank you. എങ്കിലും സത്യം പറയട്ടെ, ഞാൻ ഈ സിനിമ കണ്ട് അമ്പരന്നിരിക്കുകയാണ് മൊത്തത്തിൽ. എന്തായാലും സജിൻ ബാബു എന്ന് പറയുന്ന ഈ യുവ സംവിധായകനെ പരിചയപ്പെടാൻ കഴിഞ്ഞുള്ളൂ. ഈ നല്ല സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. എനിക്കിതിൽ വളരെ ചെറിയൊരു സീക്വൻസ് ആണ്, എന്നാൽ തന്നെയും എനിക്ക് ഇത്തരം ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മൾ ഒരു ആക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അപ്രിസിയേഷൻ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിനുള്ള ഏറ്റവും വലിയ എൻകറേജ്മെന്റ് എന്ന് പറയുന്നത്. അത് സൈൻ ചേട്ടൻ നന്നായിട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ട് പോരുമ്പോൾ നമ്മൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെയാണ് തിരിച്ചു വന്നതും. എന്തായാലും സ്ക്രീനിൽ ഈ സിനിമയിൽ എന്നെ കാണാൻ കഴിഞ്ഞപ്പോൾ, ചെറിയൊരു ഭാഗമാണെങ്കിൽ തന്നെ കാണാൻ കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. ഇതിൽ പറയാനുള്ളത് പറഞ്ഞാൽ സജിൻ ഇതിലൊരു 110ഓളം ക്ലാസ്സാണ് ഉള്ളത് കേട്ടോ, ചില്ലറയല്ല 110. അപ്പോൾ സജിൻ ഭായി ആദ്യം എടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെർഫോം ചെയ്യാൻ അറിയാവുന്നവരായിരിക്കണം, ഒരുപാട് ഡയലോഗുകൾ പറയുന്നവരായിരിക്കണം, അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ഒരുപാട് ആളുകളെ തിരഞ്ഞെടുത്തു, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഇവിടെ ഞാൻ പലയിടത്തും മൈക്ക് പോകാൻ നേരത്തെ പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞ് കാസ്റ്റിംഗ് സൂപ്പറാണെന്ന് പറഞ്ഞു. താങ്ക് യു. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.